സിറ്റാഡൽ എന്ന് പറയുന്നതിന്റെ അതിന്റെ രണ്ട് അറ്റാച്ച്മെന്റ് ആയിരുന്നു എന്തെന്ന് പറയുന്നത്? വെയർ ഹൗസ് അഥവാ ധാന്യപുര, എന്താണ് ഗ്രേറ്റ് ബാത്ത് അഥവാ മഹാസ്നാനഘട്ടം. ഇത് രണ്ടും ലോകത്ത് ഒരു സ്ഥലത്തെ സംസ്കാരങ്ങളിലും വന്നിട്ടില്ലാത്ത കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷനിൽ മാത്രം, എന്താണ് നമ്മൾ തമാശക്കെങ്കിലും പറഞ്ഞു വരുന്ന ഹാരപ്പൻ സിവിലൈസേഷനിൽ മാത്രം കാണപ്പെടുന്ന രണ്ട് പ്രത്യേകതകളാണ് എന്തെന്ന് പറയുന്നത്? ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം, വെയർ ഹൗസ് അല്ലെങ്കിൽ ധാന്യപുര എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പോയിന്റുകൾ നമ്മൾ മനസ്സിലാക്കിയപ്പോൾ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ, അതിനൊരു ബിഗിനിങ് ഉണ്ട്, ഗ്രോത്ത് ഉണ്ട്, ഡെവലപ്മെന്റൽ സ്റ്റേജ് ഉണ്ട്, ഡിസിൻറ്റഗ്രേഷൻ സ്റ്റേജ് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ബിഗിനിങ് സ്റ്റേജ് ടു ഗ്രോയിങ് സ്റ്റേജ് അല്ലെങ്കിൽ അതിൻ്റെ ഗ്രോത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താണ്, ഞാൻ തുടക്കത്തിൽ അതിൻ്റെ എയർലി ഹാരപ്പൻ പീരീഡ് അല്ലെങ്കിൽ സിവിലൈസേഷന്റെ കാര്യം പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ദേ സ്റ്റാർട്ടഡ് സ്മോൾ ടൈപ്പ് ഓഫ് വില്ലേജ് ലൈഫ്, അല്ലെ? ഒരു ചെറിയ ഗ്രാമത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചുറ്റുവട്ടങ്ങളോടും കൂടിയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ജീവിതം തുടങ്ങിയത്. എന്നാൽ അവർ ആ കാലഘട്ടത്തിലും അഗ്രികൾച്ചറും പാസ്ചറലിസം അല്ലെങ്കിൽ എന്താണ് കാറ്റൽ റെയറിങ്, ആനിമൽ ഹസ്ബൻഡറി ഓർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എന്ന് പറയുന്ന ഒരു എന്താണ് തൊഴിൽ അല്ലെങ്കിൽ ആ ഒരു നിത്യജീവിത മാർഗം അവർ ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ചെറിയ ഗ്രാമങ്ങളായിരുന്നു ആദിമ അല്ലെങ്കിൽ ഏർലി ഹാരപ്പൻ പീരീഡ് പരിശോധിക്കുമ്പോൾ. അത് കഴിഞ്ഞ് മെച്യൂർഡ് ആയി കഴിഞ്ഞപ്പോൾ, മെച്യൂർ ഹാരപ്പൻ സിവിലൈസേഷനിലേക്ക് നമ്മൾ വന്നപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ആ സ്മോൾ വില്ലേജ് സിസ്റ്റത്തിൽ നിന്നും ലാർജ് വില്ലേജ് സിസ്റ്റത്തിലേക്ക് പോവുകയും കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഹാരപ്പൻ സിവിലൈസേഷൻ സ്പ്രെഡ് ചെയ്യുകയും ചെയ്തതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പോൾ സ്മോളിൽ നിന്നും ലാർജർ ലെവലിലേക്ക് മാറി. എന്നിട്ടാണെങ്കിലോ നമ്മൾ അവിടെ കാണുവാൻ കഴിഞ്ഞത് എന്താണ്? മോഹൻജദാരോ എന്ന് പറയുന്ന ആ പ്ലേസിനെ കുറിച്ച് പഠിക്കുമ്പോഴേ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? പ്ലാൻഡ് എന്താണ് അർബൻ സെന്റേഴ്സ് ആയിരുന്നു. അർബനൈസേഷൻ എന്ത് ചെയ്യുന്നു? ജസ്റ്റ് ബിഗിൻ ചെയ്തു, അത് ഫ്ലറിഷബിളായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുമ്പോൾ, അപ്പോൾ ഏർലി ഹാരപ്പൻ സിവിലൈസേഷൻ പീരീഡ് നമ്മൾ നോക്കുമ്പോൾ, അതായത് ഇൻ ബിറ്റ്വീൻ 3500 BC ആൻഡ് 2600 BCയിൽ എന്ത് സംഭവിച്ചു? ചെറുതിൽ നിന്ന്, അപ്പോൾ 2600 BC കഴിഞ്ഞ് 1900 BC വരെ നമ്മൾ മനസ്സിലാക്കുന്ന എന്താണ്? മെച്ചോ ഹാരപ്പൻ സിവിലൈസേഷൻ ആണ്. സോ അറ്റ് ദാറ്റ് ടൈം അല്ലെങ്കിൽ അറ്റ് ദാറ്റ് ഏജ് എന്താണ്, ദിസ് വുഡ് ബിക്കെയിം എന്താണ് വാസ്റ്റ് എക്സ്റ്റെൻഡഡ് ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അഗ്രികൾച്ചറൽ പരമായിട്ടും അല്ലെങ്കിൽ എന്താണ് ആനിമൽ ഡൊമസ്റ്റിക്കേഷൻ അല്ലെങ്കിൽ കാറ്റൽ റെയറിങ്ങിന്റെ ഭാഗമായിട്ടും അവിടെ പ്രോഡക്ടിവിറ്റി എന്താണ് ക്രമാതീതമായി ഇൻക്രീസ് ചെയ്തു. ക്രമാതീതമായി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവനവന് ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകതയേക്കാൾ കൂടുതൽ. അപ്പോഴായിരിക്കും അവൻ ഒരു പക്ഷെ എന്ത് ചെയ്തിട്ടുള്ളത്? വെയർ ഹൗസസ് ബിൽറ്റ് ഓൺ ചെയ്തത്. എന്തിനു വേണ്ടിയിട്ടാ? അവന് നാളത്തേക്ക് അല്ലെങ്കിൽ കുറച്ചു കാലത്തിന് കഴിഞ്ഞതിന് ശേഷവും അവൻ എന്ത് ചെയ്യുവാൻ? സൂക്ഷിച്ചു വെച്ചിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കുവാൻ. അപ്പോൾ അവൻ എന്താണ്? അവൻ എയിം ചെയ്തിരുന്നു സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അല്ലേ? അടുത്ത തലമുറയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ അടുത്ത ഒരു കാലഘട്ടത്തിലേക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ചു വെക്കുന്ന ഒരു സമ്പ്രദായം അവൻ അന്നേ തുടങ്ങിയിരുന്നു എന്നാണ് നമ്മൾ അതിൽ നിന്നൊക്കെ. അപ്പോൾ ഞാൻ ഇന്നലെയും നിങ്ങൾ പറഞ്ഞു, യു ഷുഡ് റീഡ് ഇൻ ബിറ്റ്വീൻ 2 words ആസ് വെൽ ആസ് ഇൻ ബിറ്റ്വീൻ 2 lines. ഓക്കെ, 2 വാക്കുകൾക്കിടയിലൂടെ വായിക്കുക, 2 വാചകങ്ങൾ, 2 സെന്റൻസ്, 2 വരികൾക്കിടയിലൂടെ വായിക്കുക എന്നുള്ളതാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ നിങ്ങളോട് പറയാൻ കാണും. ഇപ്പൊ ദേ ഈ ഒരു വേർഡ്, ഈ ഒരു വെയർ ഹൗസ് അല്ലെങ്കിൽ ധാന്യപുര എന്ന് പറയുമ്പോൾ തന്നെ ഫ്യൂച്ചർ പ്ലാനിങ് ആണത്. നാളത്തേക്ക് കരുതി വെക്കലാണ്, അല്ലെ? അപ്പോ നാളത്തേക്ക് കരുതി വെക്കുന്നത് കൂടാതെ അപ്പൊ അവൻ കരുതി വെച്ചു. പിന്നീട് എന്താണ്? വീണ്ടും continuously the people of Harappa as well as Mohenjo-daro engaged in agriculture and animal husbandry or the domestication of animals. ഓക്കെ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് പ്രോഡക്ടിവിറ്റി എന്ന് പറയുന്ന സൈഡ് ബൈ സൈഡ് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. സോ ദേ ഫൗണ്ട് അറ്റ് അനദർ വേ ഫോർ വാട്ട് that we called the long distance trade. വിദൂര വ്യാപനത്തിലുള്ള, വിദൂര
ങ്ങളിൽ പോയി കച്ചവടം ചെയ്യുക എന്ന ഒരു തോട്ട് അവനിൽ എന്ത് ചെയ്യുവാൻ തുടങ്ങി, വർക്കൗട്ട് ചെയ്യുവാൻ തുടങ്ങി. അതിൻ്റെ ഭാഗമായി അവൻ എന്ത് ചെയ്യുന്നു, കൃത്യമായിട്ടും ലോങ് ഡിസ്റ്റൻസ് ട്രേഡ് അവൻ എൻഗേജ് ചെയ്തു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ തെളിവുകൾ എന്ന് പറയുന്നത് വിദൂരങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള എന്താണ് ഗ്രെയിൻസിൻ്റെ അല്ലെങ്കിൽ വിത്തുകളുടെ എന്താണ് പ്രൂഫാണ് നമുക്ക് അതിന് ഉപോത്ബലകമായിട്ട് കിട്ടിയിട്ടുള്ളത് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ മോഹൻജദാരോ എന്ന് പറയുന്നത് വെൽ പ്ലാൻഡ് അർബൻ സിറ്റി ആയിരുന്നു. അവിടെ ലോട്ട് ഓഫ് സെൻറ്റേഴ്സ് എമർജ് ചെയ്തു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കി. ഇന്നലെ നമ്മൾ മാപ്പിനെ കുറിച്ചും മനസ്സിലാക്കി. അപ്പോൾ ഇനി നമ്മൾക്ക് മനസ്സിലാക്കേണ്ടുന്നത് എന്ന് പറയുന്നത് വെയർ ഹൗസ് അല്ലെങ്കിൽ ധാന്യപുര എന്നുള്ളതാണ്. അപ്പോൾ മലയാളത്തിൽ പഠിക്കുന്ന കുട്ടികൾ ഞാൻ നോട്ട് അയച്ചു തരും, അത് മലയാളത്തിൽ നോക്കി മനസ്സിലാക്കുക. ഞാൻ ഈ ഇംഗ്ലീഷിൽ ഉള്ള കാര്യം മലയാളത്തിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ വെയർ ഹൗസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒരു പ്രത്യേകതയാണ് ഇഷ്ടിക അല്ലെങ്കിൽ ബ്രിക്സ് ഉപയോഗിച്ച് വീടുകൾ അല്ലെങ്കിൽ ചുവരുകൾ വാൾസ് നിർമ്മിച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ വെയർ ഹൗസ് ഈസ് എന്താണ് സ്റ്റോറേജ് പ്ലേസ് ആണ്. ആ ഒരു പ്ലേസിനെ അവരെന്തായിട്ടാണ് ഗ്രെയിൻസ് ധാന്യങ്ങൾ സൂക്ഷിച്ചു വെക്കുവാനാണ് ഉപയോഗിച്ചിരുന്നത്. ദ വെയർ ഹൗസ് ഈസ് അതർവൈസ് നോൺ ആസ് ഗ്രാനറി. ഗ്രാനറി എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ നമ്മൾ പറഞ്ഞാൽ എന്താണ്, പത്തായം അല്ലേ? പത്തായം എന്നതാണ് ഗ്രാനറി എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതർവൈസ് നോണാസ് എന്താണ്, ഗ്രാനറി. ഗ്രാനറി സിസ്റ്റം അല്ലെങ്കിൽ വെയർ ഹൗസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പ്ലാനിങ് ആണ്. ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുക. ദാറ്റ് ഈസ് എ മാസീവ് ഇൻ സ്ട്രക്ചർ. ഇതൊരു വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അല്ലെങ്കിൽ ഒരു പറ അരിയോ 10 പറ നെല്ലോ അല്ലെങ്കിൽ 10 പറ ഗോതമ്പോ ബാർലിയോ ഒന്നും സൂക്ഷിച്ചു വെക്കുന്ന ഒരു ലിമിറ്റഡ് സ്പേസ് അല്ല. അത് എന്താണ് ഏക്കേഴ്സ് ഓഫ് ലാൻഡ്സിൽ എക്സ്റ്റെൻഡഡ് ആയിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർക്കുക, ഇത്രയും പണിയെടുക്കുന്നത് എങ്ങനെയാണ്, ഇത്രയും കുറേ നാൾ നീണ്ടു നിന്ന ഒരു എഫേർട്ടിൻ്റെ ഭാഗമാണ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രാനറി ആസ് വെൽ ആസ് വെയർ ഹൗസ് ഇൻ മോഹൻജദാരോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഗ്രേറ്റ് ആയിട്ടുള്ള എന്താണ് സിഗ്നേച്ചേഴ്സ് ആണ് എന്ന് നമുക്ക് കരുതേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ വെയർ ഹൗസ് ഈസ് അതർവൈസ് നോൺ ആസ് എന്താണ്, ഗ്രാനറി അല്ലെങ്കിൽ വലിയ പത്തായ പുരകളായിരുന്നു അവർ സെറ്റ് ചെയ്തിരുന്നത് മോഹൻജദാരോയിൽ. ദാറ്റ് ഈസ് അനദർ എന്താണ് ഇമ്പോർട്ടൻറ്റ് സിഗ്നേച്ചർ ഓഫ് എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ, ദാറ്റ് ഈസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഗ്രാനറി ഈസ് ദ ലാർജസ്റ്റ് ബിൽഡിംഗ് that must be considered as the largest building in Mohenjo-daro. മോഹൻജൊദാരോയിലെ ഏറ്റവും വലിപ്പമേറിയ ഏറ്റവും എന്താണ് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു എന്താണ് കൺസ്ട്രക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഗ്രാനറി അഥവാ പത്തായം എന്ന് പറയുന്നത്. സോ വിച്ച് വാസ് മെയ്ഡ് അപ്പ് ഓഫ് എന്താണ് ബ്രിക്സ്, മൺകട്ടകൾ അല്ലെങ്കിൽ എന്താണ് ചെളിക്കട്ടകൾ കൊണ്ട് അല്ലെങ്കിൽ ക്ലേ ഉപയോഗിച്ചുണ്ടാക്കിയിട്ടുള്ള ബ്രിക്സ് കൊണ്ടാണ് എന്ത് ചെയ്തിരുന്നത്, നമ്മുടെ വെയർ ഹൗസസ് എന്താണ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ദ അപ്പർ പോർഷൻ ഓഫ് ദ ഗ്രാനറി വാസ്, അപ്പോൾ നമുക്കറിയാം അതിനൊരു ബേസ്മെന്റ് ഉണ്ടായിരിക്കും, ഗ്രൗണ്ടിലായിരിക്കും അതിൻ്റെ ബേസ്മെന്റ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. അവിടെ നിന്നും വാള് കെട്ടി ഉയർത്തുന്നതാണ്. അപ്പോൾ അതിനൊരു ലോവർ പോർഷനും ഉണ്ടായിരിക്കും, ഒരു അപ്പർ പോർഷനും ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം അതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. അപ്പർ പോർഷൻ ഓഫ് ദ ഗ്രാനറി വാസ് മെയ്ഡ് ഓഫ് വാട്ട്, വുഡാണ്. അപ്പോൾ അതിൻ്റെ മുകളിലത്തെ എന്താണ് പോർഷൻ നിർമ്മിച്ചിരിക്കുന്നത് തടികൾ കൊണ്ടാണ്. അപ്പോൾ അന്നത്തെ ജനതയ്ക്ക് അറിഞ്ഞിരിക്കണം ലൈഫ് ലോങ് വാലിഡിറ്റി ഉള്ള എന്താണ് തടികൾ, വുഡിൻ്റെ സ്പെഷ്യാലിറ്റി അറിഞ്ഞിരിക്കണം. അതിനെ മുറിച്ച് അതിനെ നല്ല എന്താണ് മെനയോടുകൂടി അല്ലെങ്കിൽ അന്നത്തെ കാലത്തുള്ള ഏറ്റവും നല്ല ഭംഗിയോടുകൂടി അത് ചെയ്തിരിക്കണം. അപ്പോൾ ദ അപ്പർ പോർഷൻ ഓഫ് ദ ഗ്രാനറി ഓഫ് മോഹൻജദാരോ വിച്ച് വാസ് മെയ്ഡ് അപ്പ് ഓഫ് വുഡ്, തടി കൊണ്ടാണ്, തടികൾ ഉപയോഗിച്ചാണ് എന്താണ് അതിൻ്റെ ധാന്യപുരയുടെ മുകൾ ഭാഗം പണി ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ അതിന് ഒരു ലോങ് എന്താണ് ലൈഫ് ഉള്ള തരത്തിലുള്ള തടിയാണ് അതിനുപയോഗിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇത് കുറേ കാലം നീണ്ടു നിന്നു. അതുകൊണ്ടല്ലേ വർഷങ്ങൾ നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും
എന്താണ് BC-യിൽ നടന്ന കാര്യങ്ങളുടെ 3500 BC കാലഘട്ടത്തിൽ നടന്ന കാര്യങ്ങളാണ് 1800 അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ എന്താണ് ബ്രിട്ടീഷുകാർ വന്ന് ഇതൊക്കെ കുത്തിമാന്തി എടുത്ത് എക്സ്കവേറ്റ് ചെയ്ത് നമ്മൾക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു എന്ന് തെളിയിച്ചത്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ് എന്താണ് അത്രത്തോളം ലോങ് ഡ്യൂറേഷൻ ലൈഫ് ഉള്ള തടികളാണ് അവരെന്ത് ചെയ്തിരുന്നത് ഉപയോഗിച്ചിരുന്നത്. പോട്ടെ, കളിമണ്ണ് എന്ന് വെച്ചാൽ മണ്ണ് കുഴച്ചുണ്ടാക്കുന്ന സാധനമാണ് അല്ലയോ. അപ്പോൾ അതില് എന്താണ് ചുണ്ണാമ്പിന്റെയും മറ്റ് മിശ്രിതങ്ങളൊക്കെ ചേർത്ത് അവൻ ഉണ്ടാക്കുവാൻ പഠിച്ചു. അതുകൊണ്ട് തന്നെയാണ് നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും അതെന്താണ് തെളിവുകളായി ചുടുകല്ലിന്റെ അല്ലെങ്കിൽ ഇഷ്ടികയുടെ രൂപത്തിൽ തന്നെ നിലകൊണ്ടത്. പ്രകൃതി ദുരന്തങ്ങൾ വന്നു, വെള്ളപ്പൊക്കങ്ങൾ വന്നു, പേമാരി വന്നു, അതൊക്കെ വന്നു പോയിട്ടും അതിൻ്റെ അവശിഷ്ടം അതേ നിലയിൽ തന്നെ തുടർന്നു. അതുകൊണ്ടാണ് നമ്മുടെ ആർക്കിയോളജിസ്റ്റോ ആന്ത്രോപോളജിസ്റ്റോ ഒക്കെ അത് പഠന വിഷയമാക്കി അതിൻ്റെ റിസർച്ചിലൂടെ ദേ ഈസിലി ടു ഫൈൻഡ് എന്താണ് the Harappan civilization was considered as the greatest civilization in the world. That is the importance of our civilization. So proud to be an Indian, right? അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്താണ് ഒരു ഇന്ത്യക്കാരൻ എന്നുള്ള രീതിയിൽ നമ്മൾ അഭിമാനികളാകേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് the upper portion of the granary which was made up of wood. ഓക്കെ, അപ്പോൾ അതിൻ്റെ വാൾസ് എങ്ങനെ ആയിരിക്കാം? അതിൻ്റെ ഇഷ്ടികകൾ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വാൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദ ഗ്രാനറി ഈസ് യൂസ്ഡ് ടു സ്റ്റോർ വാട്ട് the surplus products. Okay, products or the food grains. Food grains-ന്റെ surplus എന്ന് വെച്ചാൽ എന്താണ്? മിച്ചം വരുന്നത് അല്ലെങ്കിൽ അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു എക്സ്പാൻഡഡ് ഫോം ഓഫ് എന്താണ് മാൻമെയ്ഡ് സ്ട്രക്ചർ ആയിരുന്നു ഗ്രേറ്റ് ഗ്രാനറി, അല്ലെങ്കിൽ നമ്മൾ ഈ മനസ്സിലാക്കിയ വെയർ ഹൗസ് എന്ന് പറയുന്നത് ധാന്യപുര. അപ്പം നമ്മൾ നോക്കുക, നമ്മുടെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വലിയ മേന്മയുള്ള ഒരു കൾച്ചറൽ പാറ്റേൺ ആയിരുന്നു, ഒരു ഗ്രേറ്റസ്റ്റ് സിവിലൈസേഷൻ ആയിരുന്നു. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് the engineering capability of that ages. ആ ഏജസിൽ, ആ ഈറകളിൽ, വർഷങ്ങളിൽ ഉണ്ടായിരുന്ന എൻജിനീയറിംഗ് കേപ്പബിലിറ്റി, അവരുടെ ടെക്നിക്കാലിറ്റി, അവർ വാട്ട് കൈൻഡ് ഓഫ് ടെക്നിക്കാലിറ്റീസ് ഉപയോഗിച്ചിരുന്നു, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പാഠഭാഗം കൂടെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഓർ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തത് എന്താണ് നമ്മുടെ സിറ്റാഡലിനോട് ചേർന്ന് ആ ഒരു കോമ്പൗണ്ടിനകത്ത്, ആ കോർട്ട്യാർഡിനകത്ത് ഉണ്ടായിരുന്ന മറ്റൊരു ഗ്രേറ്റ് എന്താണ് എക്സ്പാൻഡഡ് ഫോം അല്ലെങ്കിൽ ഗ്രേറ്റ് സ്ട്രക്ചർ ആയിരുന്നു എന്തെന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്ത്, മഹാസ്നാനഘട്ടം. ഇന്ന് നമ്മളിൽ പലരും കുളിക്കാറില്ല അല്ലേ? ചിലപ്പോൾ അതിൻ്റെതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായിരിക്കാം. എന്താ കുളിക്കാത്തതെന്ന് വെച്ചാൽ, യെസ്, ഐ ഹാവ് മൈ ഓൺ റീസൺ. യെസ്, എനിക്കായാലും നിങ്ങൾക്കായാലും നിങ്ങളുടേതായിട്ടുള്ള കാരണങ്ങളുണ്ട്. കുളിക്കാതിരിക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് അപ് ടു യു, അല്ലെങ്കിൽ അപ് ടു മീ, എന്നെ ആശ്രയിച്ചിരിക്കുന്നു ഞാൻ കുളിച്ചില്ലെങ്കിൽ. അപ്പോൾ അതുപോലെ അന്ന് ഒരു ഗ്രേറ്റ് എന്താണ് ബാത്ത് സിസ്റ്റം അറേഞ്ച് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ അതെന്തിനായിരിക്കും? ഗ്രേറ്റ് ബാത്ത് സിസ്റ്റം 1-5 പേർക്കോ കുളിക്കാനുള്ളതല്ല, വളരെ വിസ്താവൃതമായിട്ടുള്ള ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒരു ഗ്രേറ്റ് ബാത്ത് സിസ്റ്റം തന്നെയായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ മോഹൻജൊദാരോയിലെ ഗ്രേറ്റ് ബാത്ത് സിസ്റ്റം അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം. മഹാസ്നാനം എന്ന് വെച്ചാൽ എന്താണ്? ഒരുപാട് പേര് കുളിക്കുന്നതായിരിക്കാം, ഒരുപാട് പേരുടെ ഒരുമിച്ചുള്ള കുളിയായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും നമുക്ക് കരുതാം. കം ടു മീ. ഓക്കെ, അപ്പോൾ ഗ്രേറ്റ് ബാത്ത് സിസ്റ്റം അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതൊരു റെക്റ്റാങ്കുലർ ഷേപ്പിലാണ്, ഒരു സ്ക്വയർ ഷേപ്പ് അല്ല, റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഇഷ്ടികകൾ കൊണ്ട് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു സ്ട്രക്ചർ ആണ്. എവിടെ കാണപ്പെടുന്ന? സിറ്റാഡലിനുള്ളിൽ കാണപ്പെടുന്ന, കോട്ടകൾക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു സ്ട്രക്ചർ കോമ്പൗണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രേറ്റ് ബാത്ത് വാസ് എ പബ്ലിക് building
വിത്തിൻ ദ സിറ്റാഡൽ. ഇതൊരു പബ്ലിക് ബിൽഡിംഗ് ആണ്. നമ്മൾ സിറ്റാഡലും നമ്മൾ പഠിക്കുമ്പോൾ പബ്ലിക് യൂസിന് വേണ്ടിയിട്ടോ പബ്ലിക് മീറ്റിംഗ്സിന് വേണ്ടിയിട്ടോ ഒക്കെയാണെന്ന് നമ്മൾ അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഇൻ ദ സെൻസ് ദാറ്റ് എന്താണ് ദ ഗ്രേറ്റ് ബാത്ത് ഓൾസോ ടു ബി യൂസ്ഡ് ഫോർ ദ പബ്ലിക് എന്താണ് ദാറ്റ് ബിൽഡിംഗ് ഈസ് യൂസ്ഡ് ഫോർ ദ പബ്ലിക് എന്താണ് പർപ്പസ്, പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നതാണ്. എവിടെ കാണപ്പെടുന്ന സിറ്റാഡലിനുള്ളിൽ കാണപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാന ഘട്ടം എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇറ്റ് വാസ് എന്താണ് ലാർജ് റെക്ടാങ്കുലർ ഷേപ്പാണ്. ലാർജ് എന്തുകൊണ്ട് അവർ സ്ക്വയർ ഷേപ്പ് യൂസ് ചെയ്തില്ല? അവരൊരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. ഏതെങ്കിലും രണ്ട് സൈഡ്, എന്താ റെക്ടാങ്കുലറിന്റെ പ്രത്യേകത? ഏതെങ്കിലും രണ്ട് സൈഡ് സെയിം മെഷർ ആയിരിക്കും, സെയിം മെഷർമെന്റ് ആയിരിക്കും. അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. അപ്പോൾ ഏതെങ്കിലും രണ്ട് സൈഡ് സെയിം ആയിരിക്കും. അങ്ങനെയുള്ള ഒരു എന്താണ് ഷേപ്പിനെയാണ് നമ്മൾ എന്താ പറയുന്നത് റെക്ടാങ്കുലർ ഷേപ്പ് എന്ന് പറയുന്നത്. എന്താണ് റെക്ടാങ്കുലർ എന്താണ് ടാങ്ക് ഇൻ ദ കോർട്ട്യാർഡ്. അപ്പോൾ ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ദാറ്റ് മസ്റ്റ് ബി കൺസിഡേർഡ് ആസ് എ റെക്ടാങ്കുലർ എന്താണ് ഷേപ്പ് ടാങ്ക് ആണ്. ഒരു ടാങ്ക് ആയിട്ടാണ്. ടാങ്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് വീടിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് എന്താണ് ടാങ്ക് അല്ല നമ്മൾ ഉദ്ദേശിക്കേണ്ടുന്നത്. ഒരു റെക്ടാങ്കുലർ ഷേപ്പിൽ ഗ്രൗണ്ടിൽ അങ്ങോട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന എന്താണ് കുളിക്കാനുള്ള ഒരു ഇടം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ടാങ്ക് സിസ്റ്റമാണ്. ഏതിനുള്ളിൽ? ആ കോർട്ട്യാർഡിനുള്ളിൽ. കോർട്ട്യാർഡ് എന്ന് വെച്ചാൽ എന്താണ് ഇടനാഴിക്കുള്ളിൽ കാണപ്പെടുന്ന ഒരു ലാർജ് എന്താണ് എക്സ്പാൻഡഡ് ഫോം ഓഫ് എന്താണ് റെക്ടാങ്കുലർ ഷേപ്പിലെ ഒരു ടാങ്ക് ആണ് എന്തെന്ന് പറയുന്നത് ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ എ കോറിഡോർ ഓൺ ഓൾ എന്താണ് 4 sides. ഓക്കെ, അപ്പോൾ ഇത് എന്താണ് അവിടെ കോറിഡോർസ് ഉണ്ട്. അപ്പോൾ എന്താണ് 4 സൈഡിലേക്കും ഉള്ള കോറിഡോർസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്താണ് വരുവാനും പോകുവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിരുന്ന ഒരു എന്താണ് ഘട്ടം കൂടെയായിരുന്നു എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്രേറ്റ് ബാത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? പബ്ലിക്കിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രേറ്റ് ബാത്ത് സിസ്റ്റം അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. കൂടാതെ 2 flights of steps on the northern side and southern side, okay, leading to the tank. ടാങ്കിലേക്ക് വരുവാനായിട്ട് എന്താണ് സ്റ്റെപ്സ് വെയർ കൺസ്ട്രക്റ്റഡ്, സ്റ്റെപ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. മനസ്സിലായോ? എന്തിന്? നോർത്തേൺ സൈഡിലും സത്തേൺ സൈഡിലും. ഓക്കെ, അപ്പോൾ രണ്ട് ഭാഗത്ത് നോർത്ത് ആസ് വെൽ ആസ് സൗത്ത് പോർഷനിലേക്ക് എന്താണ് സ്റ്റെപ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നത്. എന്താണ് ഈ ടാങ്കിലേക്ക് വന്ന് ഇറങ്ങുവാനുള്ള തരത്തിൽ എന്താണ് സ്റ്റെപ്സ് കൺസ്ട്രക്ട് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ് അവിടേക്ക് വരുവാനും പോകുവാനുമുള്ള എന്താണ് കാര്യങ്ങൾ ചിട്ടപ്പെടുത്തുന്നതിലേക്കാണ് അവരെന്ത് ചെയ്തിരുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് അന്ന് അവർ മോട്ടോർ ജിപ്സം ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ മോട്ടോർ ജിപ്സം എന്ന് പറയുന്ന ഇന്ന് നമ്മളാണെങ്കിൽ എന്താണ് സിമന്റോ മണ്ണോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ഉപയോഗിച്ച് നമ്മൾ കൺസ്ട്രക്ഷന് കാര്യങ്ങൾ ചെയ്തിരുന്നു. പക്ഷേ എന്നാൽ ആ കാലഘട്ടത്തിലാണെങ്കിൽ അവർ ഒരു ടൈപ്പ് ഓഫ് എന്താണ് മോട്ടോർ ജിപ്സം were used for the construction of എന്താണ് the walls inside either inside of the great bath or in warehouses. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്താണ് അന്ന് ചുണ്ണാമ്പ് കല്ലിൻ്റെ മിശ്രിതവും അങ്ങനെ എന്താണ് നമ്മുടെ ക്ലേയുമായിട്ടൊക്കെ കലർത്തിയുള്ള ഒരു മിശ്രിതമായിരുന്നു എന്തായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ മോട്ടോർ ജിപ്സമായിട്ട് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ആ എന്താണ് ആ ബലം ദൃഢത ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിന് എത്രത്തോളം ഡ്യൂറേഷൻ ഉണ്ടായിരുന്നു അത്രത്തോളം ഡ്യൂറബിൾ ആയിട്ട് നിലനിർത്തുവാനുള്ള കാരണം തന്നെ എന്താണ് അവരന്ന് ഉപയോഗിച്ചിരുന്ന ടെക്നിക്കൽ സൈഡ് അതിൻ്റെ ആ കെമിക്കൽ അനാലിസിസ് ഒന്നും പഠിച്ചിട്ടുള്ള ആൾക്കാരല്ല. കെമിക്കൽ ബോണ്ടിങ്ങിനെ കുറിച്ച് അറിഞ്ഞൂടാ, ബട്ട് ദേ നോ സംതിങ് എന്നുള്ളതാണ്. അവർക്ക് കുറേ എന്തൊക്കെയോ അറിയാമായിരുന്നു. അവിടെയാണ് റീസണിങ് കേപ്പബിലിറ്റി മനുഷ്യൻ്റെത് തുടങ്ങുന്നത് എന്ന് പറയുന്നത്. നമ്മളെ നിത്യജീവിതത്തിലായിരുന്നാലും എന്താണ് സഹിക്കുന്നവരെ ചവിട്ടി താഴ്ത്തുക അല്ലെങ്കിൽ അവരെ എത്രത്തോളം താഴോട്ട് കൊണ്ടുപോകാമോ
അത് ചെയ്യുന്ന ഒരു സിസ്റ്റം, അത്തരത്തിലുള്ള മനുഷ്യന്മാർ ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് നമുക്ക് എപ്പോഴും ഓർമ്മ ഉണ്ടായിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അവർക്ക് അന്ന് റീസണിങ് കേപ്പബിലിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ ടെക്നോളജിക്കലി ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയത്. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ദേ കൺസ്ട്രക്റ്റഡ് ദ ഡ്രെയിനേജ് സിസ്റ്റം. അത് അഴുക്ക് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള കുളത്തിൽ നിന്നും അശുദ്ധജലം പുറത്തേക്ക് കളയുവാനും ശുദ്ധജലം അതിലേക്ക് പകരുവാനുമുള്ള സംവിധാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒഴുകിപ്പോകുന്ന പൈപ്പ്, ആ അഴുക്കുചാലം എന്ന് പറയുന്നത് ഈ ബ്രിക്സിനിടയിൽ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ്സ് ഓൾസോ ടു ബി മെയ്ഡ് ഓഫ് ക്ലേ ആൻഡ് ജിപ്സം ഒക്കെ ഉപയോഗിച്ചാണ് അവർ ചെയ്തിരുന്നത്. അപ്പോൾ ആ എൻജിനീയറിംഗ് കേപ്പബിലിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇതിനാൽ ഈ കുളത്തിന് മൂന്ന് വശത്തും മുറികൾ പണിഞ്ഞിരുന്നു എന്നുള്ളതാണ്. അതിൽ ഏതെങ്കിലും മുറികളിൽ കിണറുകൾ ഉണ്ടായിരിക്കും. ആ കിണറുകളിൽ നിന്നാണ് ഈ റെക്റ്റാങ്കുലർ ഷേപ്പിലേക്കുള്ള ടാങ്കിലേക്ക് വെള്ളം, ശുദ്ധജലം പകർന്നിരുന്നത്. അപ്പൊ അശുദ്ധജലം അതിന്റെ അടിയിൽ കൂടെ ഒഴുകി പോകുവാനുള്ള അഴുക്കുചാലുകൾ അല്ലെങ്കിൽ ഡ്രെയിനേജ് സിസ്റ്റം അവർ കൺസ്ട്രക്ട് ചെയ്തിരുന്നു എന്നതും നമ്മൾ മനസ്സിലാക്കുന്നതാണ്. സെവറൽ റൂംസ് ഓൺ 3 sides ഓഫ് one room had a large well. അപ്പോൾ 3 sides-ലും 3 സൈഡുകളിലും റൂംസ് വെയർ കൺസ്ട്രക്റ്റഡ്. അപ്പോൾ അതിലേതെങ്കിലും ഒരു റൂമിൽ ഒരു വലിയ വെൽ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ വെല്ലിൽ നിന്നും, ആ കിണറിൽ നിന്നാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ഷേപ്പിലേക്കുള്ള കുളത്തിലേക്ക് കൊണ്ടുവരുന്നത്, വാട്ടർ കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. വിച്ച് സപ്ലൈഡ് ദ വാട്ടർ ടു ദ ടാങ്ക്. ഓക്കെ, അപ്പോൾ അത് ഫില്ല് ചെയ്യുവാനും എംപ്റ്റി ആക്കുവാനും ഒക്കെയുള്ള ഒരു സിസ്റ്റം ആര് ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഹാരപ്പൻ അല്ലെങ്കിൽ മോഹൻജദാരോ പീപ്പിൾ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഡ്രെയിനേജ് സിസ്റ്റവും നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ ഡ്രെയിനേജ് സിസ്റ്റം ആയിക്കോട്ടെ, അതിനുപയോഗിക്കുന്ന ടെക്നിക്കൽ സൈഡ് ആയിക്കോട്ടെ, അതിനുപയോഗിക്കുന്ന കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉപയോഗിക്കുന്ന എഞ്ചിനീയറിംഗ് കേപ്പബിലിറ്റി ആയിക്കോട്ടെ, ഇന്നത്തേതിൽ നിന്നൊക്കെ എത്രയോ മഹത്തരമായിരുന്നു എന്നുള്ളതാണ് ആ തെളിവുകൾ ഇന്നും നമുക്കിടയിൽ അവശേഷിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്ക് ഈ ഗ്രേറ്റ് ബാത്ത് അല്ലെങ്കിൽ മഹാസ്നാനഘട്ടം ആൻഡ് വെയർ ഹൗസസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഹാരപ്പൻ സിവിലൈസേഷൻ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഈ നോട്ട്സൊക്കെ എഴുതുക, നന്നായി പഠിക്കുക.